കാണാനേറെ ഭംഗിയുള്ള എന്നാൽ ഏറ്റവും അപകടകാരികളായ 5 ജീവികളെ പറ്റി നമുക്കിന്ന് നോക്കാം. നമ്പർ 1, പോയിസൺ ഡാർക്ക് ഫ്രോഗ്. തൊട്ടുപോകരുത്, തവള മനുഷ്യനെയും കൊല്ലും. മനുഷ്യനുണ്ടാക്കിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചൊല്ല് ഒരിനം തവളയുടെ കാര്യത്തിൽ കൃത്യമാണ്. മഞ്ഞ, ചുവപ്പ്, നീല, കറുപ്പ് എന്നിങ്ങനെ കടുംവെട്ടു നിറങ്ങളിലെ പോയിസൺ ഡാർട്ട് ഫ്രോഗ് ഡെട്രോബാക്ടീരിയ കുടുംബത്തിലെ ഒരു കൂട്ടം തവളകളാണ്. വെറും 2 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഇവന്റെ തൊലിയിലെ വിഷം കൊണ്ട് 10 മുതിർന്ന മനുഷ്യരെ കൊല്ലാം. ഇവന്റെ വിഷത്തിന്റെ പേര് ബെട്രോക്കോടോക്സിൻ എന്നാണ്. സൗത്ത് അമേരിക്കയിലെ ആദിവാസികൾ ഈ വിഷം അമ്പിലും ഡാർട്ടിലും തേച്ച് വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് ഡാർട്ട് ഫ്രോഗ് എന്ന പേര് വന്നത്. ചില വിഷ ഉറുമ്പുകളും പ്രാണികളും കഴിക്കുന്നതിലൂടെ അവർക്ക് അവരുടെ മാരകമായ ചർമ്മ വിഷാംശം ലഭിക്കുന്നു. മധ്യ ദക്ഷിണ അമേരിക്കയിലെ ഈർപ്പമുള്ള മഴക്കാടുകളിലാണ് ഇവ പ്രധാനമായും താമസിക്കുന്നത്. നമ്പർ 2, ഇലക്ട്രിക് ഈൽ. ഇലക്ട്രിക് ഈൽ പേര് ഈലെന്നാണെങ്കിലും ഇത് റിയൽ ഈലല്ല. ഇലക്ട്രിക് നൈറ്റ് ഫിഷിന്റെ കുടുംബത്തിൽപ്പെട്ടതാ. പാമ്പിനെ പോലെ നീണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ ഈൽ എന്ന് വിളിക്കുന്നത്. സൗത്ത് അമേരിക്കയിലെ ആമസോൺ, ഒറിനാഗോ നദികളിൽ വെള്ളം കലങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഇവരുടെ ശരീരത്തിൽ 80% ഇലക്ട്രോസൈറ്റ്സ് എന്ന സെല്ലുകളാണ്. ഇതൊരു നീണ്ട ബാറ്ററി പോലെയാ. തല പോസിറ്റീവ്, വാൽ നെഗറ്റീവ് ആണ്. ഷോക്ക് അടിക്കുമ്പോൾ ഒരു സർക്യൂട്ട് തന്നെ കംപ്ലീറ്റ് ആവും. ഇവ പ്രധാനമായും മത്സ്യത്തെയാണ് ഭക്ഷിക്കുന്നത്. ബോക്സ് ജെല്ലി ഫിഷ് കല്ലല്ല, മത്സ്യമാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള കടൽ മത്സ്യങ്ങളിൽ ഒന്നാണ് സ്റ്റോൺ ഫിഷ്. കല്ലുപോലെ തോന്നിപ്പിക്കുന്ന ഇവ പവിഴപ്പുറ്റുകൾക്കിടയിലും കടൽ തീരത്തെ മണലിലും ഒളിഞ്ഞിരിക്കുന്നു. കാണാൻ ഒരു ചെറിയ കല്ലുപോലെ ഇരിക്കുന്നതിനാൽ ശത്രുക്കളിൽ നിന്നും ഇരകളിൽ നിന്നും എളുപ്പത്തിൽ ഒളിഞ്ഞിരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. ഇവയുടെ പുറത്തുള്ള 13 മുള്ളുകളിലായി മാരകമായ ന്യൂറോടോക്സിൻ എന്ന വിഷം അടങ്ങിയിരിക്കുന്നു. അറിയാതെ ചവിട്ടിയാൽ പോലും കടുത്ത വേദനയും ജീവൻ അപായവും ഉണ്ടാകാം. ഇൻഡോ പസഫിക് തീരങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണാൻ കഴിയുന്നത്. വെള്ളമില്ലാതെയും 24 മണിക്കൂർ വരെ ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കും. നമ്പർ 4, ബോക്സ് ജെല്ലി ഫിഷ്. കടലിലെ വിഷവിത്ത്. ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷമുള്ള സമുദ്ര ജീവികളിലൊന്നാണ് ബോക്സ് ജെല്ലി ഫിഷ്. പെട്ടി പോലുള്ള ശരീരമുള്ള ഇവയ്ക്ക് തലച്ചോറില്ല. ശരീരത്തിന് താഴെയായി നിരവധി നീളമുള്ള ഡെന്റിക്കിളുണ്ട്. 15 സെന്റിമീറ്റർ നീളമുള്ള ഓരോ ഡെന്റിക്കിളിലും കൂർത്ത അഗ്രഭാഗമുണ്ടാകും. ഇവ ഉപയോഗിച്ചാണ് ഇവർ വിഷം കുത്തിവയ്ക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും ചർമ്മകോശങ്ങളെയും പെട്ടെന്ന് ആക്രമിക്കുന്ന വിഷമാണ് ഇവയുടേത്. ബോക്സ് ജെല്ലി ഫിഷിന്റെ കുത്തേറ്റാൽ കഠിനമായ വേദനയും ചിലപ്പോൾ മരണവും സംഭവിക്കാം. ഇവയ്ക്ക് ആകെ 24 കണ്ണുകളാണുള്ളത്. പെട്ടി പോലുള്ള ശരീരഭാഗത്തിന് ചുറ്റുമായുള്ള ഈ കണ്ണുകൾ ഉപയോഗിച്ച് 10 മീറ്റർ അകലെയുള്ള ഇരകളെ വരെയും ഇവർക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 5, കോൺ സ്നേക്ക്. തട്ടുകളിൽ കാണപ്പെടുന്ന ആകർഷകമായ തോടുകളും അതുപോലെ തന്നെ അതിശക്തവുമായ വിഷവുമുള്ള കടൽ ഒച്ചുകളാണ് കോൺ ഒച്ചുകൾ. പ്രധാനമായും ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലെ പവിഴപ്പുറ്റുകൾക്കിടയിലാണ് ഇവ ജീവിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയുടെ തോടുകൾ മുകൾ ഭാഗം പരന്ന് താഴത്തേക്ക് വരുംതോറും വശങ്ങൾ കൂർത്ത കോണാകൃതിയിലുള്ളവയാണ്. ഇവയുടെ പുറംതോടിൽ മനോഹരമായ ജാമിതീയ പാറ്റേണുകളും നിറങ്ങളും കാണാം. ഇതിനാൽ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവർക്കും ഇവയുടെ തോടുകൾ പ്രിയങ്കരമാണ്. ഇവ വളരെ പതുക്കെ ചലിക്കുന്ന ജീവികളാണെങ്കിലും ഇര പിടിക്കാൻ അങ്ങേയറ്റം വേഗതയേറിയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ വായിൽ നിന്ന് ഒരു ട്യൂബ് പോലുള്ള അവയവം പുറത്തു വരുന്നു. ഇതിനുള്ളിൽ വിഷം നിറഞ്ഞ കൂർത്ത മുള്ളു പോലുള്ള പല്ലുകൾ ഉണ്ടാകും. ഇത് ഇരയുടെ ശരീരത്തിലേക്ക് എഴുതുവിട്ടാണ് നിമിഷ നേരം കൊണ്ട് ഇരയെ തളർത്തുന്നത്. ഇവ പ്രധാനമായും കടൽ പുഴുക്കളെയും മറ്റു ജീവികളെയും ചെറുമീനുകളെയും വേട്ടയാടുന്നു. മീനുകളെ വേട്ടയാടുന്ന കോൺ ഒച്ചുകൾക്കാണ് ഏറ്റവും ശക്തമായ വിഷമുള്ളത്. ഇവയുടെ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന കോണോടോക്സിൻ എന്ന ന്യൂറോടോക്സിൻ നാഡീവ്യൂഹത്തെയാണ് ആക്രമിക്കുന്നത്. ചില വലിയ ഇനങ്ങളുടെ വിഷം മനുഷ്യന്റെ ജീവന് തന്നെ ആപത്താണ്. കടൽ തീരങ്ങളിൽ കാണുന്ന ജീവനുള്ള ഇത്തരം ഒച്ചുകളെ കൈകൊണ്ട് തൊടുന്നത് അപകടകരമാണ്. ഇവയ്ക്കെതിരെ പ്രത്യേക ആന്റിവെനം നിലവിലില്ല. ഇവയുടെ വിഷം ആപത്കാരിയാണെങ്കിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കോണൊച്ചുകളുടെ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ഉപയോഗിച്ച് കടുത്ത വിട്ടുമാറാത്ത വേദനകൾ കുറയ്ക്കാനുള്ള ഔഷധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപസ്മാരം, ഹൃദ്രോഗങ്ങൾ, നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾ
എന്നിവയ്ക്കുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്തുന്നതിനായി ഇവയുടെ വിഷത്തെക്കുറിച്ച് പഠനങ്ങൾ നടന്നുവരുന്നു.